അപ്പൊ എവിടെ കൊണ്ടുപോവാ വണ്ടി കണ്ടത്തിൽ നമുക്ക് ഇട്ടേക്കും അവിടെ ഇതാ പടിയേര് ഇവിടുത്തെ സ്റ്റെപ്പ് ബില്ലുണ്ട് കേട്ടോ. ഇവിടെ അവിടോട്ട് കയറി വെച്ചാൽ മതി. ഇതോ പിന്നെ പീസാൻറ്റും ഉണ്ട് അൻസാൻറ്റും ഉണ്ട്. 1700 വന്നു പറഞ്ഞു. ടയർ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പണിക്കാരെ എന്തുവാ പറയുന്നതെന്ന്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ ഒരാൾ വേണമായിരിക്കുമല്ലോ, ഒരാളെ കൊണ്ട് തന്നെ പറ്റത്തില്ലല്ലോ. അവർക്ക് അങ്ങനെ ഹെൽപ്പർ ഒരാൾ വേണം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ഇടുന്ന ഉടനെ പറയും അവിടെ ഇടാൻ സ്ഥലമില്ല. എന്തോ അവരാരും അവിടെ ഇരുന്ന് കഴിക്കുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. തമ്പുരാനെ 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 എന്തുവാ ഇങ്ങോട്ട് നോക്ക്. എന്തുവാടാ ചവരി മേടിച്ചോണ്ട് അവിടെ വയ്യായിരുന്നു അത്യാവശ്യം. പാത്രം കഴിയും ചവരി ഇവിടെ ഇട്ടില്ലേ? അതിന് നോക്കി കണ്ടില്ലേ? എപ്പോഴാണ് നോക്കി അതിന് നോക്കി കണ്ടോ? എനിക്ക് തോന്നിയാണ് കണ്ടത്. കഞ്ഞി വെച്ചില്ലേ? ആ കല എടുക്കത്തില്ലായിരുന്നു. അത് കൊള്ളത്തില്ല. വളരെ എളുപ്പങ്ങളെ വരുന്ന വഴിക്ക് ഞാനിക്കുട്ടിയും കുഞ്ഞനെയും കാണാൻ വന്ന് കയറി. അവിടെ ഞാൻ പറഞ്ഞില്ലേ വീട് അടുക്കള പണിയൊക്കെ നടക്കുന്നതിന് ടൈൽസൊക്കെ വന്നത് ഇറക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ സാധനം വന്നു. പിന്നെ അതൊക്കെ ഇറക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളും ഒക്കെ മേടിച്ച് ഇങ്ങോട്ട് പോരുന്നു. ഇപ്പോൾ കുളിച്ച് ജപിച്ച് വരാൻ പറയും. ഞങ്ങളെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല. ഇന്നലെ രണ്ടുപേരെ കണ്ട്, ഞാൻ പറഞ്ഞില്ലേ യാദൃച്ഛികമായിട്ട് വന്ന് കണ്ടതാണ്. പിന്നെ നാളെ വൈകിട്ടത്തെ ട്രെയിനിന് മുത്ത് തിരിച്ചു പോകണം. ഇന്ന് പിന്നെ ഇത്രയും ദിവസം ലീവ് ആയതിൻ്റെയൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കണമായിരുന്നു. അതൊക്കെ മേടിച്ചിട്ടുണ്ട്. കോളേജിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ പോയിട്ട് ഇനിയും ഓണത്തിന് അവിടെ പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല. എന്നാലും നമ്മളിവിടെ വന്നണക്കെയുള്ള ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് വരണം എന്നാഗ്രഹിച്ചാണ് പോകുന്നത്. നേരത്തെ ടിക്കറ്റൊക്കെ നോക്കണം. സീസൺ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ പ്രയാസമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെന്താണ് വിശേഷം? ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല. ഞാൻ ഇവർക്ക് മസാല ദോശ വേണമെന്ന്, കഴിഞ്ഞ ദിവസം മസാല ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഉണ്ടാക്കിയായിരുന്നു.
അപ്പോൾ അതിൻ്റെ പിറ്റേന്നും ഒക്കെ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു നാളെ ഇപ്പം മുത്ത് തിരിച്ചു പോയാലും നാളെ രാവിലെ ഉണ്ടാക്കാം, ഇച്ചിരി അരി ഉഴുന്ന് അരച്ച് വെക്കണമെന്ന്. അപ്പം അമ്മ അത് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും കറികളും ഒക്കെ ആയി, പാചകം ഇല്ല. മുത്ത് കുളിക്കാൻ കയറി, കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചുകളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകത്ത് പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെളിവാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഇഷ്ടപ്പെട്ട മീന് കറി വെച്ചത് നല്ല ഇച്ചിരി ഇരുന്നാലും ഇനിയുണ്ടോ അച്ചാറൊക്കെ എടുത്ത് കളയുന്ന പരിപാടി വേണ്ട. പുള്ളി വെച്ചാൽ ഇതുവരെ ആ വെളിയിലിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് തൂവുമല്ലേ ഇരിക്കുക, അതൊന്നും തൂങ്ങിയില്ല. ഇന്ന് രാവിലെ പുട്ടും പഴമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇന്ന് രാത്രി ഒരു പുട്ട് മതി, കഴിക്കാൻ പോകും. പുട്ടിൻ്റെ കൂടെ എന്തോ പഴമുണ്ടോ? പഴം എടുക്കണം. പുട്ട് വേണോ? പഴം വേണം, അത് മേടിച്ചാൽ മതി. പഴം മതി. ഞാൻ പഠിക്കാറില്ല. ഞങ്ങളാരും അവിടെ ഒന്നും കേൾക്കത്തില്ല. ഒഴിക്കുന്നില്ലേ? വേണ്ട ചോറ് പോയി അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. അമ്മയ്ക്ക് വിശപ്പില്ല. അമ്മ ദേ നാരങ്ങാച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി പൊളിക്കുവാണ്. പിന്നെ ഞാൻ ഇച്ചിരി ചോറും മീൻ വറുത്തതും അവിയലും പിന്നെ വേറെ എന്തുമായിരുന്നു, മോര് കറി എടുത്തിട്ടുണ്ട്. മോനുകുട്ടനും മുത്തും പുട്ട് കഴിക്കുന്നു. പിന്നെ മുത്ത് തിരിച്ചു പോകുന്നത് ബുധനാഴ്ചയാണ്. അതും പറഞ്ഞ് മോനുകുട്ടൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പ്രിയങ്ങൾ നമുക്ക് കമൻ്റ് ഇട്ടു. മോനുകുട്ടനോട് കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കാൻ മുത്തിനോട് പറയണമെന്നുള്ള രീതിയിൽ. മുത്ത് അങ്ങനെയാണ് കേട്ടോ. അവന് ഒന്നാമത്തെ കാര്യം അവന് ചമ്മലാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് സ്നേഹം വന്നാലും ദേഷ്യം വന്നാലും ഞാൻ പ്രകടിപ്പിക്കും. മോനുകുട്ടനും അതേപോലെയാണ്. പക്ഷെ മുത്ത് അങ്ങനെയല്ല. ദേഷ്യം വന്നാലും മിണ്ടത്തില്ല, സ്നേഹമാണെങ്കിലും അവനങ്ങനെ പ്രകടിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.